ഹലോ മച്ചന്മാരെ, പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ വീട്ടിൽ കുറച്ച് ചെടികളൊക്കെ നടണം. അതിന് കുറച്ച് അതിൻ്റെ കവറുകൾ വാങ്ങാൻ വേണ്ടി കുഴിപ്പള്ളത്ത് പോകണം. കുഴിപ്പള്ളത്ത് ജസ്റ്റ് ഇന്ന് കുറച്ച് വീഡിയോസ് കാണിക്കുകയുള്ളൂ. 35 ഏക്കറാണ്, വലിയതാണ്. അത് നമുക്ക് വേറൊരു ദിവസം എടുക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. കുറച്ച് ബൊഹൻ ബില്ലയുടെ ഇത് വേര് കമ്പുണ്ട്, അതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി കുറച്ച് ബാഗൊക്കെ വാങ്ങണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇന്ന് കുറച്ച് വീട്ടുവിശേഷമാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഓഫീസിലൊന്ന് പോകണം, അത് പറ്റുമെങ്കിൽ കാണിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അയച്ച് ഭയങ്കര ഹാപ്പിയിലാണ്. അവർക്ക് ഈ ചെടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലേ ഗൈസ്, വണ്ടി തിരിച്ചോണ്ട് പവർ സ്റ്റിയറിംഗ് അല്ലേ. ഇങ്ങോട്ട് എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ഇതാണ് നമ്മുടെ കുഴിപ്പള്ള. കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ആൾക്കാരുണ്ട്. ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തിനിടയിൽ ഞാൻ എത്ര വട്ടം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിഞ്ഞത്. പലപ്പോഴും ചെടി വായിക്കാനല്ല, പക്ഷെ ഇവിടെ വന്നിരിക്കും ഞാൻ വൈകുന്നേരം. ഇതാണ് എന്റെ എൻട്രൻസ്. എത്ര ഏക്കർ ഉള്ളത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ, പക്ഷെ അടിപൊളിയാണ്, സെറ്റാണ്. ഇവിടെ ഈ സൈഡൊക്കെ പണി നടക്കണേ ഉള്ളു കേട്ടാ. ഓരോന്നിന്റെ പണി നടക്കുന്നതേ ഉള്ളു. അമ്മ കുഞ്ഞിനെ എടുത്ത് വെച്ചോണ്ടിരിക്കുമ്പോൾ ഓരോ ചെടികളൊക്കെ ഓരോ ഇതില് ചേർത്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ റോസാണ്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് ഇറക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ചെടിത്തോട്ടം. മൊത്തം ഇന്നലെ വന്നത്. മുകളിലൊക്കെ പാസ്സാണ് കേട്ടാ. 20 ഗൈസ്, ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇനി അടുത്ത നോക്കാം. ഗൈസ്, അവിടെ നമുക്ക് കെട്ടി വാങ്ങാൻ വേണ്ടിയാണ്, പക്ഷെ കട തുറന്നില്ല. ചെടി വേണ്ടിയാണ്, പക്ഷെ അവിടെ കട തുറന്നത്. അപ്പൊ ഇവിടത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം രാവിലെ തന്നെ. രാവിലെ എന്തൊരു പരിപാടി? തൂത്തുവാരിക്കുണ്ട്. നമുക്കറിയാന്നുള്ള ബൈമാരാണല്ല. ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. സൂപ്പർ കല്ലല്ലേ ഇതെല്ലാം ഒരു കല്ല് വാങ്ങിച്ചു തരും എനിക്ക്. ഞാൻ ഇന്നലെ വന്നപ്പോ ഇത് കണ്ടില്ല ഈ കല്ല് വെച്ച്. ഇച്ച ഒരു കല്ലെടുക്കട്ടാ? വേണ്ട. എല്ലാ ടൈമിലൊന്നും ഇതിങ്ങനെ പൂത്തിരിക്കുന്ന കാണാൻ പറ്റില്ല. ഒരുപാട് കളർ ചേർന്നത്. കൊള്ളാല്ലേ? വായിച്ചോ? വെയിൽ കൂടിയോണ്ടാണ്, അല്ലെങ്കിൽ സൂപ്പർ നല്ല ഭംഗിയാണ്. തിരിച്ചുണ്ടോ? ഇത് ആമ്പലാണോ? പലതരത്തിലുള്ള ആമ്പലുകളാണ്. പിന്നെ താമര. ഇതിന്റെ പേരൊന്നും ചോദിച്ചാൽ അറിഞ്ഞൂടാ. അവരിവിടെ കൾട്ടിവേഷനാണ്. ഈ വീഡിയോ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കണ്ടാൽ മതി കേട്ടാ, അല്ലാത്തൊരു സ്കിപ്പ് ചെയ്തു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ജാമ്പയ്ക്ക പൂവും താമര അമ്പലും പൂത്തി കിടക്കുമായിരുന്നു, നല്ല ഭംഗി.
ഇതിന്റെ പേരൊന്നും ചോദിച്ചാൽ അതിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതില് കാണിച്ചു ഇതാ അടുത്തത് ഇവിടെ വേറെ ഇത് താമര ഇല്ലേ അത് ആമ്പല് ആമ്പൽ സോറി താമര ഇതാ നിൽക്കുന്നു. എനിക്ക് അറിഞ്ഞിടാത്തോണ്ടാണ് അല്ല ആമ്പല് തിരിച്ചറിഞ്ഞിടാത്തോണ്ടാണ് ഇത് താമര. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അവരുടെ വലിയൊരു കുളം കാണിച്ചു. ഇതിന്റെ മീനുണ്ട്, ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷെ അത് എപ്പോഴും കാണാൻ പറ്റില്ല. എപ്പോഴും കാണാൻ പറ്റൂല, അതിന്റെ അടിയിലാണ്. എന്റെ മുതല കുഞ്ഞുങ്ങൾ, എനിക്കും മുതല കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. ഇവിടത്തെ അയ്യോ ഇച്ചാ ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്ന തെറ്റാണ്. ഒരു വെറൈറ്റിയാ പൂ കാണിച്ചത്. താമര എന്തുവാ അത് വേറൊരു ടൈപ്പ് ഉപ്പിലിട്ട് വെച്ചിരുന്നത്. വേറൊരു ടൈപ്പ് പേരൊന്നും അറിയില്ല. ഇതേ ഈ ചേമ്പ, അങ്ങനെ എന്തോ ബ്ലാക്ക് ചേമ്പ് എന്തോ ആന്റി പറയുന്ന കേട്ട്. കൊള്ളാം അല്ലേ? ഇത്രയും നേരമായിട്ട് ഒരു മീനിനെ പോലും മീൻ അടിയിലാണ്, മീനിനെ കാണാൻ പറ്റൂല. മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടത്തെ വ്യൂ അടിപൊളിയാണ്. ഇതാണ് ഇവിടുത്തെ കോഫി ഷോപ്പ്. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും, സ്നാക്സായിട്ട് കിട്ടും. നമുക്ക് അപ്പുറത്തോട്ട് വരുമ്പോൾ കാണിച്ചിട്ടാണ്. നമ്മൾ ഇവിടെ കൂടെ കയറി ഷോപ്പിലോട്ട്. ഇവിടുത്തെ ഏറ്റവും സൂപ്പർ, അതായത് ഇവിടുത്തെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ എനിക്ക് പറയട്ടെ, ഇവിടുത്തെ ഏറ്റവും വലിയ ചെടി ബോൺസായി ആണ്. വർഷങ്ങളുടെ പാരമ്പര്യ ബോൺസായി. 5 ലക്ഷം 10 ലക്ഷം രൂപയ്ക്കുള്ള ബോൺസായി ചെടികളുണ്ട്. നമ്മൾ കണ്ട ഞെട്ടുന്ന തരത്തിലുള്ള. ആൻസി ഒരു സാധനം കാണിച്ചെന്നെ, ഒരു കുരുവി കൂടെ കാണിച്ചത് കണ്ട ആൻസി തൂക്കണം കുരുവിയുടെ കൂടെ എന്നാണ് പറഞ്ഞത്. അതിന്റെ തുടക്കമാണ് ഈ ബോൺസായി. ആണ് ഇവിടുത്തെ ഹൈലൈറ്റ് ബോൺസായി. ബോൺസായിൽ മാങ്ങ ഒന്നുമില്ല. മാങ്ങ ഇതൊക്കെ ഓരോന്നും എത്ര വർഷമായി എന്നൊക്കെ നോക്കണം. അത് അപ്പുറത്തേരിക്കുന്നതാണല്ലേ? അങ്ങ് മെഗലിൽ വെച്ചിരിക്കുന്നത് ഇരിക്കുന്നതൊക്കെയാണ്. അത് എപ്പോഴാ വെച്ചെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. ഇതില് ആന്റി മുല്ല എത്ര രൂപ? മുല്ല എത്ര? ഞാൻ ഒരു മുല്ല തൈ എടുക്കട്ടാ? വണ്ടിയുണ്ട്. അത് ലാസ്റ്റ് എടുക്കാം, നമ്മൾ മറ്റേത് എടുത്തിട്ട് എടുക്കാം. വീണ്ടും എനിക്ക് ഇങ്ങ് വരണ്ടേ? അത് ഇവിടെ തന്നെ ഷോപ്പ്. ഇതാ ഇത് തന്നെ ഷോപ്പ്. പിന്നെ വാ, എനിക്ക് വെയിലടിക്കുന്നു, തലവേദന എടുക്കുന്നു. അതായത് ചെടി വിൽക്കാനുള്ള പറിക്കിട്ടാ, മാങ്ങ എടുക്കട്ടാ? കൈ അക്കോറിയൊന്നുമല്ലല്ലോ. ഞാൻ ഈ മണ്ടത്തരം പറഞ്ഞേക്ക് കട്ട് ചെയ്തോളാം. ഞാൻ ഒന്ന് എടുക്കട്ടെ. ഞാൻ എടുത്തിട്ടുണ്ട്. പല ടൈപ്പുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെടിയല്ല, ചെടികൾ വെക്കണ്ട പോർട്ട് എല്ലാം സെറാമിക്കാണ് കേട്ടാ. ഇഷ്ടം പോലെ താഴെ ഒന്നുണ്ട്, അവിടെ പ്ലാസ്റ്റിക്. ഇതിന്റെയൊക്കെ പ്ലാസ്റ്റിക് കിട്ടും. ഈ പിക്ചേഴ്സ് എല്ലാം വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. നല്ല റേറ്റ് ഉണ്ട് ഓരോന്നൊക്കെ. ഈ ഒരു പിക്ചറുണ്ട്. ഈ പിക്ചറിന്റെ വില ഉണ്ട് 3000 രൂപയാണ്. ഒരാൾ വരച്ച്
അങ്ങനെ ഇവിടെയുള്ള ഓരോ പിക്ചറിനും വിലയുണ്ട് ഗൈസ്. സൂക്ഷിച്ച് വേണ്ട ഓരോ മോഡല് കുപ്പിയുടെ ഷേപ്പിൽ ഇതൊക്കെ ചെടി വെക്കാനും ഇൻഡോർ പ്ലാന്റ്സിന് വേണ്ടിയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് മീൻ അവിടെ ഉള്ളതുണ്ട്. ആൻസിക്ക് എന്തിനും കണ്ടപ്പോൾ എടുക്കും. നമ്മൾ അവിടെ ഇത് സെറാമിക് ആണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ അപ്പുറത്ത് സെറാമിക് ആണെങ്കിൽ ഇവിടെ എല്ലാം പ്ലാസ്റ്റിക് ആണ്. നല്ല വില കുറവാണ് ഇവിടെ. നമ്മൾ എവിടെ നിന്ന് വാങ്ങിനേക്കാളും ഇവിടെ നിന്നാണ് മിക്ക സംസ്ഥാനങ്ങളിലും ലോഡ് പോണതും. അവിടെ നിന്നുള്ള തന്നെ സത്യമായിട്ട്. പിന്നെ എന്തിനാണ് ഈ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലോഡ് വരുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. 5 രൂപ പോരെ? അയ്യോ ഇത് മറ്റേ ഇവിടെ ഇതാണ്ട് ഇതൊക്കെ ഇതുകൊണ്ട് ഇതൊന്നും വെച്ചിരിക്കും. 3 രൂപ തൊട്ടുണ്ട് സാധനങ്ങളെല്ലാം. ഇതാണോ അവിടെ കൈ ഇരുന്ന സാധനം? ഇതാണ്. അതൊന്നും വേണ്ട. ഇതാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കൊരു ഇതിന്റെ അത്യാവശ്യമുള്ള വീട് ഗാർഡനിങ്ങിനുള്ള നമ്മള് എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കുറെ തെറ്റുകളൊക്കെ കാണും, കുറെ ലാഗൊക്കെ കാണും. നമ്മള് കുഞ്ഞു ചെടിച്ചിട്ട് വാങ്ങിക്കുന്നല്ലേ? എന്റെ ഇവിടെ എല്ലാം വലിയ സ്റ്റോറാണ്. ലോക്ക്ഡൌൺ സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരായിരുന്നു. അത് മാത്രമല്ല ഇവിടെ അടയ്ക്കാൻ പറ്റൂലല്ലോ. ഇവിടെ 24 hours ചെടികളൊക്കെ നശിച്ചു പോയില്ലേ, വെള്ളം ഒഴിക്കാനും എല്ലാം. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളത്. സൂപ്പറാണ് ഇവിടെ. പിന്നെ ചെടികളും പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ അടിപൊളിയാണ്. അല്ലാത്ത ചിലരോ ഇവിടെ എന്തൊരു ചെടിയാണ് എന്ന് പറയണവരും ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 സാധനങ്ങളൊക്കെ എടുത്ത് വരാം. നമ്മളെ ചെറുക്കനാണ്, ചേട്ടനാണ് ഇവിടെ ലോഡ് അടിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെ ചേട്ടന്മാരാണ് അതൊക്കെ. ഇവിടെയാണ് ഭയങ്കര വെയിലായി ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ മുകളിലെ നമുക്ക് വൈകിട്ട് ഒരു ദിവസം വരാം, എന്നാലേ കാണാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പോവാം. നമ്മൾ കുറച്ച് ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനും വാങ്ങിക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ പോകുന്ന ഞങ്ങൾക്ക് മാവില് സ്റ്റോറി സാധനങ്ങൾ അല്ല മറ്റേ ഇതെടുക്കണ്ടേ? മലക്കറി ഉണ്ടേ മറ്റെവിടെ വാങ്ങിക്കാം. കുറച്ച് ഒരുപാട് കാണാനുണ്ട്. പക്ഷെ ഇപ്പൊ വെയിലായി തുടങ്ങി. നാളെ വൈകിട്ടൊക്കെ വന്നപ്പോ നമ്മള് ഇതൊക്കെ ഓരോരുത്തരൊക്കെ വാങ്ങിച്ചേ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത് വണ്ടി വരുമ്പോ കൊണ്ടുപോകും. ഭയങ്കര വെയിലായതാണ്. നമ്മള് രാവിലെ 8 മണിക്ക് വന്നപ്പോഴാണ് ഈ അവസ്ഥ. എല്ലാവരും കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കാണിച്ച ഫുള്ള് കുറെ ഇൻഡോർ പ്ലാന്റ്. ഞാൻ ഓരോന്ന് സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. ഇതാണ് ടെറേറിയം. ഞാൻ എന്റെ മെയ്ഡ് ബയാൻസിൽ ഇത് ഉണ്ടാക്കി വീഡിയോ എടുത്തിട്ടുണ്ട്.
നല്ല ഭംഗി, എല്ലാം നല്ല ഭംഗി തന്നെ. ഇഷ്ടം പോലെ ഉണ്ട്. വില കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അങ്ങ് പോണോ? വാ, ഇതുമായിട്ട് ഞാൻ നടന്നു. ഇവിടെ ഇങ്ങനെ പല മോഡലില് കച്ച, ഓരോ തട്ടിലും ഓരോ ടൈപ്പ് സാധനങ്ങളുണ്ടായിട്ട് അങ്ങോട്ടേക്ക് കുറെ ഉണ്ട്. കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഒരു വ്യൂ കാണിച്ചിട്ടാണ് കുറച്ചുകൂടെ മോഡലെത്തിട്ട് കാണിച്ചത്. വെയിലായോണ്ടാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് കാണുന്നത്. സെറ്റാണ്, സെറ്റ്. ഈ ഫോണിൽ എങ്ങനെ കാണണമെന്ന് അറിഞ്ഞത്, പക്ഷെ സെറ്റാണ്, സെറ്റ്. പിന്നെ ഞാൻ ഇരുന്നതിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സംസാരിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പോർഷൻ പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്. ഇച്ഛ ഇവിടെ കൂടെ വരൂ. എന്തോ ഇവിടെ കൂടെ വരൂ. ഓ അവിടെ കൂടെ ഇവരിവിടെ ഒരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ആഴ്ച പറ, ആഴ്ചയില് 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ഞാൻ ഉച്ചയും കൂടെ കുഴിപ്പള്ളത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ ഇരുന്നിട്ട് പോകും. നമ്മള് എപ്പോഴും ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത്. എപ്പോഴും ഇരിക്കും കള്ളം പറയാ. ഇല്ല, നമ്മള് മറ്റേ സ്ഥലം എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. സത്യത്തിൽ നമ്മൾ ഇത്ര വണ്ടിയിലൊന്ന് കയറുന്നിട്ട് ഇതിപ്പോ തള്ളിയത്. ഞാൻ താഴെ ഒരു ആൽമരം ഇല്ലേ, അവിടെ ഞാൻ വന്നിരിക്കാറ്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന്റെ അവിടെ ഇന്നലെയും വന്ന് 3/4 മണിക്കൂർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആൻസിക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇതൊക്കെ കാണാൻ ചെലവില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ സാധനങ്ങൾ നമ്മളെ സ്ഥലം വ്യത്യസ്തം. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്ന് നോക്കണം കേട്ടോ, നല്ല ഭംഗിയാണ്. എടാ ഞാൻ ഒരു റോസ നിന്റെ പേരെന്തോ? കാറ്റസ്. നമ്മുടെ കള്ളിന് ചെടിയില്ലേ, ഒരു വർഷം കൊള്ളാല്ലേ കാണാൻ. ഇതാ ഞാൻ കാണിച്ചു തരുന്നു. പോവാ. ഇച്ഛ ഈ വീഡിയോയിൽ ഇത് അത്ര നല്ല ഭംഗിയില്ല, പക്ഷെ നേരിട്ടാണ് സെറ്റാണ് കേട്ടോ. 550 രൂപയാണ് ഇതിന്റെ വില. ഇപ്പൊ 11 മണിക്ക് പോയാൽ എനിക്ക് എപ്പോഴും മണ്ണൊക്കെ എടുത്ത് വന്നിട്ട് പോണത്.
പെട്ടെന്ന് സാധനം വാങ്ങിച്ചിട്ട് പോവാം. മണ്ണെല്ലാം എടുത്തിട്ട് ഞാൻ ചെടിച്ചെടി നിറച്ച് ഗൈസ് അങ്ങനെ എനിക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ എനിക്ക് പോകാൻ സമയമായി. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് പോവുകയാണ്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. വെള്ളം കുടിക്കുന്നു. അപ്പൊ അത് ഇനി വേറൊരു ദിവസം വരാം. എന്നാലേ നടക്കുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ മണി 9:30 അപ്പോഴത്തെ വെയിലൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഭയങ്കര വെയിലാണ് എന്താ ഭയങ്കര വെയിലാണ്. ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ എന്നാ പൊള്ളിപ്പോ. രാവിലെ തന്നെ ആൾക്കാര് വാങ്ങാൻ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ മുള്ളു കൊണ്ടില്ലേ, ഭയങ്കര വേദന. വഴി സൂപ്പറാണ് കേട്ടോ. അതിന്റെ ഭാഗമാണ് വാഴത്തൈകളും കുരുമുളകും ഒക്കെ. അപ്പൊ നമുക്കിനി അടുത്ത സ്ഥലം കുറച്ചുകൂടെ ഗൈസ്. അപ്പോ എങ്ങനെയുണ്ട്? നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്? കുറെ പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവ എന്തൊരു കോപ്രായം കാണിക്കുന്നതെന്നാണ് മിക്കവരും പറയുന്നത്. പക്ഷെ നമ്മൾ അതിലൊന്നും തളരൂല. ഇതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു രസം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാ ചെയ്യേണ്ടത്? നാളെയൊക്കെ മാറ്റി വെച്ചിട്ടേ നാളെ ഇത് ചത്തുപോയ എന്ത് ചെയ്യും? ചിലവരുണ്ട്. ഇല്ല, ഇച്ചക്ക് ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യണം അറിയാവോ. എന്റെ ഇച്ചക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വീഡിയോ മേക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ ഇച്ചയുടെ ഗാലറിയിൽ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇച്ച ഇങ്ങനെ പറയും ഹലോ ഗൈസ് എന്നൊക്കെ പറയും. എന്നിട്ട് വീഡിയോ അത് കൊള്ളൂലെന്ന് പറഞ്ഞു ഇച്ചക്ക് ചെറിയ ഈ ക്യാമറ ഇങ്ങനെ വിക്കിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇച്ചക്ക് ഭയങ്കര പേടിയാ. അതുകൊണ്ട് എന്റെ വീഡിയോസ് ഒന്നും കൊള്ളൂല, എടുക്കില്ല. അപ്പൊ ഞാൻ പറയാം അതൊന്നും കുഴപ്പമില്ല, അങ്ങ് ചേർത്തിട്ട് എന്ന് പറഞ്ഞ്. അപ്പൊ ഇച്ചക്ക് ഇഷ്ടമായതുകൊണ്ടാ അങ്ങനെ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടമല്ലേ? അപ്പോഴേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അങ്ങനെ വെച്ചോണ്ടിരിക്കേ ഉള്ളൂ ലൈഫിൽ. ഒരു നേരത്തെ നമ്മള് എവിടെ ഡെസ്പാവോ അതിനെതിരായി നമ്മൾ പ്രവർത്തിക്കണം. എന്നാലേ ലൈഫിൽ വല്ല നേട്ടം. അല്ലാതെ ഇപ്പൊ പണ്ട് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. വെളിയിൽ പോലും ഇറങ്ങാത്ത ഒരാളായിരുന്നു. ആ ആളെ ഒന്ന് ഞാൻ ഇത്ര മാറിയെങ്കിൽ ഞാൻ സംസാരിച്ച് എനിക്ക് പണ്ട് ക്യാമറ ഓൺ ആക്കുന്നതേ ഇഷ്ടല്ലേ. ഭയങ്കര ഇന്റർവേറ്റ് ആയിരുന്നു. പഴയ ഫോണിൽ കാണാം മൊത്തം. ഏറ്റവും ഇഷ്ടമായിരുന്നു കാർത്തിക് സൂര്യയുടെ. എന്റെ അമ്മ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ കാർത്തിക് സൂര്യയുടെ വീഡിയോ. അല്ല, കാർത്തിക് സൂര്യയുടെ വീഡിയോ കണ്ടാണ് ഞാൻ ഈ ചാനൽ തന്നെ തോന്നുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ചെയ്യുന്നതൊക്കെ. ഞാൻ പണ്ട് 8-ലെ 9-ലെ പഠിക്കുന്ന സമയത്ത് എന്റെ അപ്പച്ചൻ മരിച്ചായിരുന്നു. അപ്പച്ചൻ മരിച്ചതല്ല, ഷൈനി ചേച്ചിയുടെ, അതായത് ചേച്ചിയുടെ കല്യാണമായിരുന്നു. അപ്പോഴേ ഇത് എനിക്ക് ഇഷ്ടം വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എന്റെ കസിന് ഷൈനി ചേച്ചിയുടെ കല്യാണത്തിന് സലിച്ചേട്ടെ അന്ന് നമ്മളൊന്നും ഫോണില്ലല്ലേ, സലിച്ചേട്ടെ ഒരു നോക്കിയുടെ ഒരു ടച്ച് ഫോൺ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അത്. ആ സമയത്ത് ഞാനാണെങ്കിൽ അവിടുത്തെ വിളയരെ ഫോട്ടോ വീഡിയോ ഗൈസ് ഇത് ചക്ക മാങ്ങ. അന്നൊന്നും ബ്ലോഗൊന്നും അത്ര വലിയ ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതങ്ങ് പിന്നെ എന്റെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഫോട്ടോയ്ക്ക് ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ ഫോട്ടോയും വീഡിയോ ആണ്. ഞാൻ ഫോട്ടോ എടുത്തു കൊടുക്കാനേ നിൽക്കുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ടൈം എടുത്താലും അത് ഞാൻ ഇപ്പൊ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഇപ്പോഴത്തെ പയ്യന്മാര് കാണിക്കുന്ന വീഡിയോ എഡിറ്റിങ്ങിൽ നമ്മളൊന്നും അല്ല.
വെറും ശിശുക്കളാണ്. കാരണം അവർ ക്യാപ് കട്ട് അതൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവരെന്ന് കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങളായാലും. അപ്പോ അതാണ് പറയുന്നത്, നമുക്ക് ലൈഫിൽ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആർക്ക് വേണ്ടി മാറ്റി വെക്കരുത്, അത് ചെയ്യണം. ചെയ്താൽ ആദ്യമൊക്കെ 2 ദിവസം ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ആൾക്കാർ എന്ത് വിചാരിക്കുന്നത്, ഒരുത്തനെയും മൈൻഡ് ചെയ്യണ്ട, ഇവരാരും നമുക്ക് ഒന്നും തരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടാലേ വല്ല നടക്കുള്ളൂ. നമ്മൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മള് മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങിക്കാൻ പോകും. അപ്പൊ നമുക്ക് മാവേലി സ്റ്റോറിൽ പോണം. നമ്മളപ്പച്ചന്റെ പമ്പാണ്, നമുക്ക് തിരിച്ചു വരുമ്പോ പെട്രോൾ അടിക്കണം. ഗൈസ്, പിന്നെ അടുത്ത് തിരക്കായിരുന്നു, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.